ഒരു പ്രശ്നം എന്ന് പറയുന്നത് ന്യൂസിലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ ഈ ഒരു 2019 ന്യൂസിലൻഡുമായി വേണ്ട എന്ന് വെച്ച ട്രൈ ഡീൽ ഇപ്പോൾ എന്തിന് പുനഃപരിശോധിച്ചിട്ടുള്ളത്? അതിപ്പോൾ കൺക്ലൂഡ് ചെയ്തു. ആ സമയം അത് നിർത്തിവെക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫാമേഴ്സിന്റെ കർഷകരുടെ നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റും അതുപോലെ ഡയറി സെക്ടറിൻ്റെ അടുത്ത് നിന്നൊക്കെയുള്ള പ്രൊട്ടസ്റ്റ് കാരണം പ്രതിഷേധം കാരണമാണ് അതൊക്കെ അന്ന് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും അടുത്ത 2026 അത് ഒഫീഷ്യലി സൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസിലൻഡുമായിട്ടുള്ള ട്രൈ ഡീൽ. 2019 റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആയിരുന്നു അത് ഒരുപാട് രാജ്യങ്ങളുമായിട്ടാണ്, പ്രത്യേകിച്ചും ചൈന, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളുമായിട്ടാണ്. ഇത് നിർത്തിവെക്കാനുള്ള കാരണം ഒന്നാമത്തേത് ചൈന ബൾക്കി ആയിട്ട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുമെന്നുള്ളത് കൊണ്ടാണ്. ചീപ്പ് റൈറ്റഡ് ആയിട്ടുള്ള ചീപ്പ് കോസ്റ്റിൽ സാധനങ്ങൾ ഇവിടെ എത്തുകയും ഇവിടുത്തെ മാനുഫാക്ചേഴ്സിനും ഇവിടുത്തെ ഇൻഡസ്ട്രീസിനൊക്കെ അതൊരു അപകടമാകും എന്ന് കരുതിയിട്ടാണ്. രണ്ടാമതായിട്ടുള്ള കാരണം ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. അവർ കാരണം ഇവിടുത്തെ കർഷകർക്ക് പണിയാകും. അതുപോലെ ഡയറി ഫാംസ്, നമുക്കറിയാം അമുൽ, മിൽമ ഇവരൊക്കെ നല്ലോണം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2019. അതിൻ്റെ ഒക്കെ കാരണമായിട്ടാണ് 2019 റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ 2025 ആകുമ്പോൾ ന്യൂസിലൻഡുമായി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കൺക്ലൂഡ് ചെയ്ത് ഇരിക്കുകയാണ്. അതായത് 2026 അടുത്ത വർഷം അത് ഫോർമലി സൈൻ ചെയ്യുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ട്രേഡ് ഡീലിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന 95% സാധനങ്ങൾക്കും ഡ്യൂട്ടി കൺസെഷൻ ഇന്ത്യ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ന്യൂസിലൻഡ് ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന 100% സാധനങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് ഡ്യൂട്ടി ഫ്രീ ആയി 100% സാധനങ്ങളും ന്യൂസിലാൻഡിലേക്ക് അയക്കാം. എന്നാൽ ന്യൂസിലാൻഡിൽ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ 95% സാധനങ്ങൾക്ക് മാത്രമേ ഡ്യൂട്ടി ഫ്രീ അനുവദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത്. അതൊരു നല്ലൊരു മൂവാണ്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത 15 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ന്യൂസിലാൻഡിന് ഇന്ത്യയിൽ ഏകദേശം $20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ നടത്തണം എന്നൊരു കാര്യം കൂടി ഈ ഒരു ഓഫറിൽ വെക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഈ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് 2019 ഡീല് ഇന്ത്യ ചെയ്യാതിരുന്നത്. എന്നാൽ അതിന് ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ട്രേഡ് ഡീലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് സെൻസിറ്റീവ് സെക്ടേഴ്സ്. അതായത് ഇന്ത്യ ഈ 95% മാത്രമേ ന്യൂസിലാൻഡിന് ഇങ്ങോട്ടേക്ക്, അതായത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിന് കിട്ടുന്ന കൺസെഷൻ 95%. ബാക്കി 5% സെക്ടേഴ്സ് അവിടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അവിടെ ഉണ്ട്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡയറി പ്രൊഡക്ട്സ് ആണ്. അതുപോലെ റൈസ്, വീറ്റ്, ഷുഗർ, ഓനിയൻ, എഡിബിൾ ഓയിൽ, റബ്ബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ഫാമേഴ്സിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ഒരു ട്രേഡ് ഡീലാണ് ന്യൂസിലാൻഡുമായി ഇന്ത്യ ഇപ്പോൾ ഓഫർ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് സൈൻ ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ലൊരു മൂവാണ്. കാരണം ഇത് കാരണമായി നമ്മുടെ അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചർ സെക്ടറിനോ അല്ലെങ്കിൽ ഫാമേഴ്സിനോ അതുപോലെ തന്നെ ഡയറി സെക്ടേഴ്സിനോ ഒരു പ്രോബ്ലം വരാത്ത ഒരു മൂവാണ്. കാരണം ഈ പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് 2019 നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നിട്ട് ഈ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന് ഇന്ത്യ വെച്ചത്. എന്നാൽ അതിലൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ട്രേഡ് ഡീൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ ഈ ഒരു ട്രേഡ് ഡീൽ ശരിയല്ല, ഫെയർ അല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അവരുടെ കൗൺസിലിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ ഒരു മാറ്റമുണ്ട്. ഒരു ഗ്രൂപ്പിന് മുഴുവനായിട്ടും ഈ ഒരു ഡീലിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവരിതൊരു അൺഫെയർ പ്രാക്ടീസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒഫീഷ്യലി ഫോർമലി സൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഓക്കെ ആയി അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല ഒരു അഗ്രിമെന്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികളും ഇതിലെ കാര്യങ്ങൾ, ഇതിലെ ഫീച്ചേഴ്സ്, പ്രൊവിഷൻസ് ഒക്കെ കൃത്യമായി പാലിക്കണം. ഏതെങ്കിലും ഒരു പാർട്ടി അത് പാലിച്ചില്ലെങ്കിൽ ഈ അഗ്രിമെന്റ് പിന്നെ കാര്യമില്ലാതെയാകും. അതുകൊണ്ട് ആ ഫോറിൻ മിനിസ്റ്റർ അടക്കമുള്ള ഗ്രൂപ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവിടുത്തെ ഗവൺമെന്റിന്
ന്യൂസിലാൻഡ് ഗവൺമെന്റിന് ഇതിന് സൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നത് അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയുടെ സ്ട്രക്ചറൽ ഈ ഞാൻ പറഞ്ഞു എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. അതുപോലെ മറ്റു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായി പ്രോപ്പറായി നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്ട്രക്ചറൽ ചേഞ്ചസ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം ഈ ഒരു ട്രേഡ് ഡീലുമായിട്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിലൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല ഇവിടുത്തെ ലോജിസ്റ്റിക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് കൂടുതലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൊഡക്ഷൻ നടക്കണം. അപ്പം ആ വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു രീതിയിൽ എക്കണോമിക്കലി സൗണ്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു ട്രേഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ഡീലിൽ നിന്നും ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഇന്ത്യക്ക് ലഭിക്കില്ല. ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗെയിൻ മാത്രമേ ഇന്ത്യക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയുള്ള വേറൊരു പ്രശ്നമാണ് ഇംപ്ലിക്കേഷൻ കപ്പാസിറ്റി. നമുക്കറിയാം നമ്മുടെ MSMEs ഒക്കെ അത്ര എഫിഷ്യൻ്റ് അല്ല. അതൊക്കെ എഫിഷ്യൻ്റ് പ്രൊഡക്ടിവിറ്റി ഒക്കെ നടന്നാൽ മാത്രമേ ഈ ഒരു ട്രേഡ് ഡീലിൽ നിന്നും ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ബില്ലല്ല, ഇതൊരു ട്രേഡ് ഡീലാണ്, ഫ്രീ ട്രേഡ് ഡീലാണ്. ഈ ഒരു ഫ്രീ ട്രേഡ് ഡീല് നല്ലൊരു രീതിയിലുള്ള ഒരു ഡീലായിട്ടാണ് കണക്കാക്കുന്നത്. പരമാവധി നെഗറ്റീവ് വരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന പ്രൊവിഷൻസ് ഒക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മുടെ സർക്കാർ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇവർ ഡയറി സെക്ടേഴ്സും അതുപോലെ മറ്റു ഫാം സെക്ടേഴ്സും ഒക്കെ ഇതിൽ നിന്നും അഗ്രികൾച്ചറൽ ഏരിയാസ് ഒക്കെ ഈ ഒരു ട്രേഡ് ഡീലിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇതൊരു നല്ല തീരുമാനമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.